തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുള്ള ചില വീടുകളിൽ സന്ദർശനം നടത്തുകയാണ്. ഡ്രൈ ഡേ ആചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വീടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ എന്നിവയൊക്കെ മാലിന്യ മുക്തമാക്കിക്കൊണ്ട് അവിടങ്ങളിലൊക്കെ കൊതുകുകൾ വളരാൻ അനുവദിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രൈ ഡേ ആചരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപമുള്ള വീടുകൾ കയറിയിറങ്ങുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കെ മുരളീധരൻ്റെ വീട്ടിൽ നിന്നാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, എന്തൊക്കെയാണ് കെ മുരളീധരൻ്റെ അദ്ദേഹത്തിൻ്റെ വീടുകളിലുള്ള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ദിലീപ്, സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഇത് വിലയിരുത്തിയതിനു ശേഷമാണ് ആരോഗ്യവകുപ്പ് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. ആ നിർദ്ദേശം സംസ്ഥാനത്തെ വിവിധ ആശുപത്രികൾക്കും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനം ഇന്നിപ്പോൾ വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതി, അദ്ദേഹത്തിൻ്റെ വസതി നമുക്കറിയാവുന്നതുപോലെ ഗൗഡിയർ ജവഹർ നഗറിലാണ്. ആ വസതിയിൽ നിന്നാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹം ഇപ്പോൾ തൊട്ട് സമീപത്തുള്ള അയൽപക്കത്തെ വീടുകളിലൊക്കെ കയറി അദ്ദേഹം ഈ ഡ്രൈ ഡേയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തുകയാണ്. ആ അവബോധ പരിപാടിക്ക് അദ്ദേഹം തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും. നേരത്തെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നു. അതായത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്തൊരാഴ്ചക്കാലം ഒരുപക്ഷെ ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ ഉറവിട കൊതുക് നശീകരണം അടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ ആഴ്ചകളിൽ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കണം, പ്രത്യേകിച്ച് വീടുകൾ. കാരണം നമുക്കറിയാവുന്ന പോലെ കൊതുകുകൾ ഒരുപാട് ദൂരം ഈ സഞ്ചരിച്ച് കടിക്കുന്നവയല്ല. അവനവൻ്റെ വീടുകളിലും പരിസരങ്ങളിലുമുള്ള കൊതുകുകളായിരിക്കും സ്വാഭാവികമായി കടിക്കാനുള്ള സാധ്യത. അതിനാൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമാക്കുക, ഉറവിട കൊതുക് നശീകരണം നടത്തുക ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ആഴ്ച വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ മാസം അവസാന വാരത്തോടുകൂടി ഡെങ്കിപ്പനി കേസുകളിൽ കാര്യമായ വർധനവുണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നിയോഗിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ശുപാർശകൾ ലഭിച്ചാലുടനെ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്പിഡമിക് കലണ്ടർ സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഹൈപ്പവർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളിലൊന്ന്. അതായത് ഈ പകർച്ചവ്യാധികൾ സാധാരണഗതിയിൽ ഏത് മാസമാണ് വ്യാപിക്കാൻ സാധ്യതയുള്ളത്, അതിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നും മുൻകൂട്ടി കണ്ടുള്ള എപ്പിഡമിക് കലണ്ടർ ആയിരിക്കും തയ്യാറാക്കുക. അതനുസരിച്ച് ജനകീയമായി തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടണം, അല്ലെങ്കിൽ അതിൽ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ആ ഒരു ശുപാർശകളൊക്കെ നൽകിയതിലുടൻ അത് അന്തിമമാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് നിന്ന് വീടുകൾ ഡ്രൈ ഡേ ആചരിക്കുന്നുണ്ട്. 3 ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഡ്രൈ ഡേ ആചരിക്കാൻ ആഹ്വാനം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ വെള്ളിയാഴ്ച സ്കൂളുകളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ശനിയാഴ്ച ദിവസം സർക്കാർ ഓഫീസുകൾ, മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ഓഫീസുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കണം. ഞായറാഴ്ച ദിവസമായിട്ട് വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അത് ഈ ആഴ്ച കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല. അടുത്ത ആഴ്ചകളിലും ഈ ഔട്ട് ബ്രേക്ക് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ചകളിലും ഈ ഡ്രൈ ഡേ ആചരണം തുടരണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ആരോഗ്യമന്ത്രിക്കൊപ്പം ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായി ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടത് അവരാണ്. അങ്ങനെ ആശാപ്രവർത്തകർ അടക്കമുള്ളവർ വീടുകളിലേക്ക് എത്തി അതിൻ്റെ അവബോധം നൽകണം, അത്തരം ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.